ഹായ് നമസ്കാരം. ഞാനും ശ്യാമും കൂടിയിട്ട് പാലക്കാട്ടിലെ മലമ്പുഴയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ കാലമായി മലമ്പുഴ വരണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു, പക്ഷേ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഡാം ഓപ്പൺ ആവുന്ന സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഇത്രയും കാലം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മലമ്പുഴ ഡാമിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ജനുവരി 23 മുതൽ 28 വരെ ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. മലമ്പുഴ ഡാമിനകത്ത് നടക്കുന്നുണ്ട് ഫ്ലവർ ഷോ ഗാർഡനകത്ത്. അപ്പോൾ നമ്മൾ ആ കാഴ്ചകൾ കാണാനായിട്ടാണ് ഞാനും ശ്യാമും കൂടി വന്നിരിക്കുന്നത്. നമ്മളൊരു ഈവനിങ് സമയത്താണ് വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ അതിനകത്ത് കയറി നമുക്ക് നോക്കാം എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുന്നുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. അപ്പോൾ നേരെ അകത്ത് പോകുമല്ലേ. നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു തോണിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് പൂക്കാലം 2024 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സൈഡിൽ കുറേ ലെഫ്റ്റ് സൈഡിൽ കുറേ ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിലായിട്ട് കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ മലമ്പുഴ ഡാമിനകത്തേക്ക് കയറുമ്പോൾ തന്നെ വെൽക്കം ടു മലമ്പുഴ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഫുള്ള് ചെണ്ടുമല്ലിയാണ് കേട്ടോ ഈ ഭാഗത്ത് കൂടുതലായിട്ടും. കുറച്ച് പൂക്കളൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നോക്കി ഒരു മാനിന് ഫുള്ള് റോസാപ്പൂ കൊണ്ട് മൂടിയിട്ടുണ്ട്. ബാക്കിലായിട്ട് ആനയുണ്ട്. ശരിക്കും ഇനി ഫ്ലവർ ഷോ ഒക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ നമുക്കിനി ഊട്ടിയിലും കൊടൈക്കനാലിലും ഒന്നും ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് മലമ്പുഴയിൽ തന്നെ കാണാം ഈ കാഴ്ചകളൊക്കെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നൈറ്റൊക്കെ ആയതുകൊണ്ട് ആ ഒരു ഇളം വെയിലിൽ നമുക്ക് കാണുന്ന കാഴ്ചയ്ക്കൊക്കെ പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും കുറേ സ്കൂൾ പിള്ളേർ വന്നിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ. നല്ല ക്രൗഡുണ്ട്. മലമ്പുഴ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1949 സ്റ്റാർട്ട് ചെയ്ത് 1955 കേട്ടോ പൂർത്തിയാക്കുന്നത്. ഏകദേശം 6 വർഷം എടുത്താണ് ഇത് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജലസംഭരണിയുള്ള രണ്ടാമത്തെ ജലസംഭരണിയായിട്ടാണ് മലമ്പുഴ ഡാം കണക്കാക്കുന്നത്. ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ 8 to വൈകിട്ട് 8 വരെയാണ് കേട്ടോ പ്രവേശന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് റോപ്പ് വേയും സ്നേക്ക് പാർക്കും ഉള്ളത്. അപ്പോൾ റോപ്പ് വേയുടെ ഒരാൾക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ 70 രൂപയാണ് കേട്ടോ. നമ്മൾ എൻട്രൻസിൽ കയറുന്ന സമയത്ത് തന്നെ ഒരു തോണിയായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൽ കുറേ ചുറ്റും ചെണ്ടുമല്ലികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളറ്, അങ്ങനെ പലതരത്തിലുള്ള കളേഴ്സ് ഉണ്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ. അത് ഇവിടെ നോക്കിയേ പൂക്കാലം എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്. പിന്നെ വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ കുടകളും ഉണ്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ. ഇത് ഫുള്ളല്ല സ്കൂൾ പിള്ളേരാണ്. നോക്കി സെറ്റപ്പാണ് കേട്ടോ. നോക്കി വാട്ടർ സ്പ്രേ ഉണ്ട് ഇവിടെ. ശരിക്കൊരു ഫോഗ് ഇറങ്ങുന്നൊരു ടൈപ്പാണ്. നമ്മൾ എൻട്രൻസിൽ തന്നെ ഒരു ടോയ് ട്രെയിനിനെ മാതിരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ട്രാക്കും ഒക്കെ ഉണ്ട്. മലമ്പുഴ സ്റ്റേഷൻ്റെ ഒരു ഇതുപോലെയൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. നമ്മൾ ടോയ് ട്രെയിനിൻ്റെ വീഡിയോ നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണാം. ഇവിടെ എഴുതിയിട്ടുണ്ട് മലമ്പുഴ ടു ഉദുഗമണ്ഡലം എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. ഊട്ടിയിലേക്കാണ് കേട്ടോ ട്രെയിന് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഊട്ടി ടോയ് ട്രെയിനിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ കാണാം കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതെന്തായാലും. ഇവിടെ നോക്കി ഒരു ബുദ്ധൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ വയലറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ലേഡീസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഫ്ലവേഴ്സിനെ കുറിച്ച് നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഏതൊക്കെ പൂവാണെന്ന് പോലും എനിക്ക് വലിയ പിടുത്തമില്ല. നൈറ്റ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് നോക്കി ബാക്കിൽ നോക്കി ഒരു ബട്ടർഫ്ലൈൻ്റെ ഇതുപോലെ ഉണ്ട് കേട്ടോ. സെൽഫി പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അതുപോലത്തെ ഒരു പോയിൻ്റാണ് കേട്ടോ. ഒരുപാട് പേര് നിന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കിത് കുറച്ച് ഫ്രണ്ടിൽ പോവാം. ഒരുപാട് സ്കൂൾ പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയോ സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി ഒരു ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. ഇവിടെ സെൻറ്ററിലൊരു കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്. ഫൗണ്ടനാണ് കേട്ടോ. രാത്രി കാണാൻ നല്ല രസമായിരിക്കും നമുക്ക്. വെള്ളം കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. നല്ല ഫൗണ്ടൻ കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ഇതൊക്കെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തെടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വന്നിട്ട് വർഷങ്ങളായി.
നൈറ്റ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും അത് കാണാനായിട്ട്. ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് എന്തായാലും വർക്കിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ ലൈറ്റിങ്സ് ഒക്കെ. നോക്കി ഒരു മത്സ്യം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിച്ച് താഴെ ഫുള്ള് ഫ്ലവേഴ്സായി ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ. കുറേ ലേഡീസൊക്കെ ഫ്ലവേഴ്സൊക്കെ പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഗാർഡിന് നിർത്തിയിരുന്നു കേട്ടോ ഓരോ മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ. നമുക്ക് ആ മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ മലമ്പുഴ ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ പെർമിഷൻ ഇല്ല നമുക്ക് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫൈനാണ് കേട്ടോ. ഇതിവിടെ ഒരു ചന്ദ്രക്കലയുടെ പോലെ ഫ്ലവേഴ്സ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം റോസ് പൂ കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നോക്കി സൺസെറ്റിൻ്റെ ആ ഒരു ഇതിൽ കറക്റ്റ് കേട്ടോ. സൂര്യനും ചന്ദ്രനൊക്കെ നമുക്ക് ഒരു ഫ്രെയിമിൽ കിട്ടി. നമുക്ക് നോക്കി ബാക്കിൽ സൂര്യനുണ്ട്, ഇവിടെ ചന്ദ്രനുണ്ട്. ഇവിടെ വേറൊരു ഫൗണ്ടൻ ഇവിടെ ഉണ്ട്, പക്ഷെ അത് വർക്കിംഗ് അല്ല. അത് ഇനിയിപ്പോൾ നൈറ്റ് വർക്കാവുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഓക്കെ ബാക്കിൽ നോക്കി റോപ്പ് ബാക്കിലല്ല സോറി ഫ്രണ്ടിൽ. ഇവിടെ ഒരു കരടിയെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒറിജിനൽ നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. ലൈറ്റിങ്സ് ഒക്കെ കൊടുത്താലാണ് കേട്ടോ ഇതിൻ്റെ പൊളി വൈബ് അറിയുക. നമുക്ക് പൊളി കാഴ്ചകളായിരിക്കണ്ട ഇതിനകത്ത്. സംഭവം ടിക്കറ്റിന് റേറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലേ നഷ്ടമില്ല കേട്ടോ. അതുപോലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഇതിനകത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ പേയ്മെൻ്റ് ആണ്. നമുക്ക് പേ ആൻഡ് യൂസ് ആണ്. അതെന്തിനാണെന്ന് മനസ്സിലാവില്ല. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് പിന്നെ വേറെ ബാത്റൂമിന് നമ്മൾക്ക് പേ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവിടെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പ്ലാസ്റ്റിക് നിരോധനം മലമ്പുഴ ഡാം പരിസരത്തും ഗാർഡനിലും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കർശനമായി നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ ഒരു ബോട്ടിൽ വെള്ളം കൂടി കിട്ടത്തില്ല കേട്ടോ. അതിനകത്ത് നമുക്ക് ബോട്ടിൽ വെള്ളം അടക്കം കൊണ്ടുവരാൻ പറ്റത്തില്ല. കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് പോകുമ്പോൾ നമ്മൾ ആ ബോട്ടിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ച് ആ പേയ്മെൻറ്റ് തരത്തുള്ളൂ. ഇതാണ് കേട്ടോ മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മൾ മുമ്പ് ഇവിടെ മലമ്പുഴ ഡാം എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടായിരുന്നത് കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് നോക്കി നമ്മളിത് തൂക്കുപാലത്തിനകത്ത് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുകയാണെങ്കിൽ 500 രൂപ ഫൈൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഡാമിൻ്റെ വ്യൂ നോക്കി അടിപൊളി വ്യൂ ആണ് കേട്ടോ. വെള്ളമൊക്കെ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാഴ്ചയാണ്. പക്ഷേ ഈ വർഷം തുറന്നിട്ടേ ഇല്ല കേട്ടോ. വെള്ളമില്ലാത്തതുകൊണ്ട് ഡാമിലും വെള്ളമില്ലാന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ തൂക്കുപാലം. വ്യൂ നോക്കി ഡാമിൻ്റെ കിടലാണ് കേട്ടോ. വെള്ളമൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ പൊളി വൈബാണ്. മേലെ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് മേലെ കയറാൻ നോക്കിയിട്ട് നോക്കാം. അങ്ങനെ നമ്മളിതാ തൂക്കുപാലത്തിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. വെള്ളമില്ല കേട്ടോ. ബോട്ട് സർവീസൊന്നും ഇല്ലാതെ അതുകൊണ്ട്. പക്ഷേ നോക്കി സൺസെറ്റിൻ്റെ ഇതിലൂടെയുള്ള വ്യൂ നോക്കി രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. കേട്ടോ ഡാമിൻ്റെ ഫുൾ വ്യൂ. ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാനായി കുഞ്ഞിരാമൻ നായർ നിർമ്മിച്ച യക്ഷിയാണ് കേട്ടോ. യക്ഷിയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നോക്കി 1969 കാനായി കുഞ്ഞിരാമൻ നായർ മലമ്പുഴയ്ക്കകത്ത് ഈ ഒരു സ്കൾപ്ചർ നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 9.1 മീറ്ററാണ്. മലമ്പുഴയ്ക്കകത്തുള്ള ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. ഇവിടെ ടൈമിംഗ് എഴുതിയിട്ടുണ്ട് 10 to 6 PM വരെ എഴുതിയിട്ടുണ്ട്. ലഞ്ച് ബ്രേക്ക് 1:30 to 2:30 എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ റൈറ്റും കാര്യങ്ങളൊക്കെ. മോട്ടോർ ബോട്ട് 6 പേർക്ക് 450 രൂപ. പിന്നെ മോട്ടോർ ബോട്ട് 7 പേർക്ക് വൺ ട്രിപ്പ് 1550 രൂപ. പെഡൽ ബോട്ട് 2 സീറ്റിന് 15 മിനിറ്റിന് 170 രൂപ.
പിന്നെ പെഡൽ ബോട്ട് 4 സീറ്റിന് 300 രൂപ. പിന്നെ വേറെന്താണ്, അങ്ങനെയാണ് കേട്ടോ റേറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. ലൈഫ് ജാക്കറ്റ് നിർബന്ധമായും ധരിക്കേണ്ടതാണ്. മദ്യപിച്ച് ബോട്ടിൽ കയറാൻ അനുവദിക്കുന്നതല്ല. ബോട്ടിൽ സ്റ്റാഫുകളുടെ നിർദ്ദേശവും കർശനവും പാലിക്കേണ്ടതാണ്. അങ്ങനെ പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ബോട്ടിംഗ് ഇപ്പോൾ ഇല്ല, എന്താ സംഭവം എന്ന് അറിയത്തില്ല കേട്ടോ. ഇനി വെള്ളം കുറവായതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഇത് മലമ്പുഴ ഡാമിൽ നിന്ന് കനാലിലേക്ക് തുറന്നു വിടുന്ന ഭാഗമാണ് കേട്ടോ. ഷട്ടറാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ കൃഷി ആവശ്യങ്ങൾക്കും പിന്നെ ബാക്കിയുള്ള ജലസേചനത്തിനും ഇതിനൊക്കെ കൃഷി ആവശ്യങ്ങൾക്കാണ് കേട്ടോ കൂടുതലായിട്ട് ഈ കനാല് വഴി തുറന്നു വിടുന്നത്. നമ്മളിപ്പോൾ മലമ്പുഴ ഡാമിന് മുകളിലാണ് കേട്ടോ ഉള്ളത്. ഭയങ്കര വെള്ളം കുറവാണ് കേട്ടോ. എത്ര അടിയുണ്ട് വെള്ളം എന്നുള്ളത് അറിയത്തില്ല. ഓക്കെ, അവിടെ MWL എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് മിനിമം വാട്ടർ ലെവൽ എന്ന് കേട്ടോ. അതാണ് അതിൻ്റെ മിനിമം വാട്ടർ ലെവൽ. അപ്പോൾ ആ സ്ഥലത്ത് ആ ഒരു മിനിമം വാട്ടർ ലെവലൊക്കെ എത്തുമ്പോഴാണ് ശരിക്കും ഓൾമോസ്റ്റ് ഫുള്ളാവുന്നത് കേട്ടോ ഡാം. ഇപ്പോൾ വളരെ കുറവാണെന്നാണ് അതിനർത്ഥം. നോക്കി വ്യൂ നോക്കി, ബാക്കിലുള്ള വ്യൂ നോക്കി, രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ലൈറ്റിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്കുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാഴ്ചയായിരിക്കും. അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളായിരിക്കും. നോക്കി സൺസെറ്റിൻ്റെ വ്യൂവിലാണ് കേട്ടോ. കിടു വൈബ്, പൊളി. ഓ ഗോഡ്, നോക്കി ലൈറ്റിങ്സ് നോക്കി, നൈറ്റ് ഇമ്മാതിരി ലൈറ്റിങ്സ് കേട്ടോ, പൊളി. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരുപാട് സൂമിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. നിയറസ്റ്റ് ആയിട്ടുള്ളതൊക്കെ കാണിക്കാൻ പറ്റും. പക്ഷെ സൺസെറ്റ് നോക്കി, സൂപ്പർ. നോക്കി ഇവിടെ നിന്നുള്ള വൈബ് നോക്കി, പൊളി വൈബാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇതാണ് കേട്ടോ ഡാമിൻ്റെ നേരെ താഴെയാണ്. പക്ഷെ ആ സൺസെറ്റിൻ്റെ ഗ്യാപ്പിൽ കാണുന്ന വ്യൂ നോക്കി കനാലിലേക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മൊബൈൽ താഴെ പേടി. ലൈറ്റിങ്സ് കുറവാണ് കേട്ടോ, അതുകൊണ്ട് വിഷ്വലി നമുക്ക് കറക്റ്റായിട്ട് കയറില്ല. പക്ഷെ പൊളി വൈബാണ് കേട്ടോ. നോക്കി സൺസെറ്റിൻ്റെ അതിലെ ഗ്യാപ്പിൽ. നമ്മൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. താഴെ ഇറങ്ങുന്ന സമയത്ത് കണ്ടാണ് കേട്ടോ ഒരു അശോകസ്തംഭത്തിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് ഇവർ ഓപ്പണാക്കി? ഫുൾ ഓപ്പണാണ് കേട്ടോ. ഒരു മഴ വന്നു കഴിഞ്ഞാൽ നിൽക്കാനടക്കം പറ്റത്തില്ല നമുക്കിവിടെ. ഫുൾ ഓപ്പണാണ്. പക്ഷെ കാണാനൊക്കെ ഭംഗിയുണ്ട്. ഒരു വെറൈറ്റി സ്റ്റൈലാണ്. ഇത് ഫ്രണ്ട് മെയിൻ ഗേറ്റിൻ്റെ വ്യൂ ആണ്. ലൈറ്റിങ്സ് കൊടുത്ത് നോക്കി, ഇങ്ങനെ എത്ര സൂപ്പറായിട്ട് നോക്കി ഗൈസ്. മലമ്പുഴ എന്ന് പറയുന്ന മലമ്പുഴ ഡാമും മലമ്പുഴ ഗാർഡനും ഇതൊക്കെ കാണാൻ ഒരു ദിവസത്തിന് മുകളിൽ കാണാനുള്ള കാഴ്ചകളുണ്ട് കേട്ടോ. ശരിക്കും നമ്മളൊരു ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫാമിലിയും കൊച്ചുങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ്, പൊളി വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലവർ ഷോവിൻ്റെ ഭാഗമായിട്ട് 23-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ് ഇവിടെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നത്. പക്ഷേ ഫ്ലവേഴ്സൊക്കെ അവിടെ തന്നെ ഉണ്ട്. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. നൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു പൊളി വൈബാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ.